നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാമൂഹ്യനീതി ഉറപ്പാക്കാൻ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് ചാലക്കുടിയിൽ നടത്തിയ കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനു സമീപത്തെ എക്സ് സർവീസ്മെൻ കോളനിയുടെ വളപ്പിലെത്തി തെങ്ങിൻ പട്ടയും കരിക്കും അകത്താക്കി കാട്ടാന. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് പരിയാരത്തും അങ്കമാലിയിലും കോൺഗ്രസ് KSEB ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാൻ വിട്ടുനൽകണമെന്ന് ആവശ്യപ്പെട്ട് പെൺമക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. രാജ്യത്ത് ചെറിയ പാക്കറ്റിലുള്ള വെളിച്ചെണ്ണയുടെ വില കുറയും. വാർത്തകൾ വിശദമായി. സാമൂഹ്യനീതി ഉറപ്പാക്കാൻ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് ചാലക്കുടിയിൽ നടത്തിയ കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. OEC ഗ്രാന്റ് സമയബന്ധിതമായി വിതരണം ചെയ്യുക, കലാലയങ്ങളിലും തൊഴിലിലും സമുദായത്തിന് 1% സംവരണം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗം ഉന്നയിച്ചു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി രാജേഷ് പാലങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CS പ്രേമൻ അധ്യക്ഷനായി. MN സുരേഷ്, TM ശങ്കുണ്ണി, ഗിരീഷ് കൂടപ്പുഴ എന്നിവർ പ്രസംഗിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA അവാർഡ് ദാനം നിർവഹിച്ചു. നഗരസഭ ചെയർമാൻ AB ജോർജ്, CS സുരേഷ്, TD എലിസബത്ത്, MK ചന്ദ്രൻ, KC സോനു എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി ക്രിസ്ത്യൻ പബ്ലിക് സ്കൂളിന്റെ 30ാം വാർഷികം ആഘോഷിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. എഡ്യൂക്കേഷൻ സൊസൈറ്റി ചെയർമാൻ MK അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. മുനിസിപ്പൽ ചെയർമാൻ AB ജോർജ്, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, കൗൺസിലർ ജോജി കാട്ടാളൻ, പ്രിൻസിപ്പൽ ജോർജ് കോലഞ്ചേരി, വൈസ് പ്രിൻസിപ്പൽ ശാലിനി ഷേനായി, സൊസൈറ്റി വൈസ് ചെയർമാൻ മുഹമ്മദ് ഹാറൂൺ, രക്ഷാകർതൃ പ്രതിനിധികളായ ജോസ് മൂത്തേടൻ, ഡോക്ടർ ജിഷ ജോസ് എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപത്തെ എക്സ് സർവീസ്മെൻ കോളനിയുടെ വളപ്പിലെത്തി തെങ്ങിൻ പട്ടയും കരിക്കും അകത്താക്കി കാട്ടാന. ബുധനാഴ്ച രാവിലെ 7:30 ഏഴാക്കിമുഖം ഗണപതി എന്ന ആന എത്തിയത്. എണ്ണപ്പനകൾ മറിച്ച് തിന്നുന്നത് അടക്കമുള്ള വ്യാപകമായ പരാതികൾ ആനയ്ക്കെതിരെ ഉണ്ടെങ്കിലും ആരെയും ആക്രമിക്കാത്തതിനാൽ നാട്ടുകാർക്ക് ഈ ഒറ്റയാനോട് പ്രിയമാണ്. ആന എത്തുന്നതും റോഡ് മുറിച്ച് കടക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആനയുടെ ദൃശ്യങ്ങൾ പോലീസുകാരും ഫോണിൽ പകർത്തി. സ്റ്റേഷന് സമീപം നിലയുറപ്പിച്ച ആനയെ പിന്നീട് തുരത്തി. ഇന്നുവരെയും ആരെയും ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും കൃഷിത്തോട്ടത്തിൽ എത്തി കൃഷി നശിപ്പിക്കുന്നതിനാൽ ആന നാട്ടുകാർ ശല്യമാണ്. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി KSEB പരിയാരം സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MT ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ ജെയിംസ് പോൾ കല്ലേലി, PK ബാസി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ VC ബെന്നി മാസ്റ്റർ, MO ജോൺസൺ, രാജേഷ് മേനോത്ത്, MK ജയചന്ദ്രൻ, KPCC സെക്രട്ടറി A പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. സമാപന യോഗം മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KT വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ പ്രിൻസ് മുണ്ടമാണി, CV ആന്റണി, NC തോമസ്, VV ജോർജ്, റാഫി മാസ്റ്റർ കല്ലുപാലം, ജോസ് പാറയ്ക്ക, ദിലീപ് ദിവാകരൻ, ML തോമസ്, സുനിൽ K മേനോൻ, ജുവിൻ, CU ദേവസിക്കുട്ടി, TL ജോർജ് മാസ്റ്റർ, KD വർഗീസ്, ശ്രീമതി ജാൻസി ജോസ്, ശ്രീമതി മേരി ജോയ്, ലിൻസൺ നടവരമ്പൻ, ഡാളി പോൾസൺ, സ്വപ്ന ഡേവിസ്, ഷിജി വർഗീസ്, ഡെന്നി ആന്റണി എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി.
ഇന്നുമായി കേരളത്തിലെ KCB ഓഫീസുകൾക്ക് മുമ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മാന്യതയുമില്ലാതെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഗുരുവാസംഘങ്ങളെ പോലും ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന പിണറായി വിജയന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടാണ് ഈ ധർണ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ നിന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ. എല്ലാത്തിനും തീവിലയാണ്. വൈദ്യുതിയുടെ ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട്, അത് നിസ്സാരമായ ഒരു ചാർജല്ല. 300 രൂപ ബില്ലടച്ചിരുന്ന ആളുകൾ ഇന്ന് 3000 രൂപ അടയ്ക്കേണ്ട സ്ഥിതിയിലേക്ക് കേരളത്തിലെ വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വലിയ കൊള്ളയാണ് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ 4 രൂപയ്ക്ക് വൈദ്യുതി 40 വർഷത്തേക്ക് വാങ്ങിക്കാനായിട്ടുള്ള കരാറുണ്ടാക്കിയെങ്കിൽ ആ കരാർ റദ്ദാക്കിക്കൊണ്ട് ഇന്ന് 9 രൂപയ്ക്ക് വൈദ്യുതി മേടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് കേരളത്തിലെ വൈദ്യുതി ബോർഡിനെ ഈ ഗവൺമെന്റ് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്കമാലി KSEB ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പഴയ മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി KSEB ഓഫീസിന് സമീപം അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണ റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റു മാവേലി അധ്യക്ഷനായിരുന്നു. നഗരസഭ ചെയർമാൻ മാത്യു തോമസ്, നേതാക്കളായ അഡ്വക്കേറ്റ് KS ഷാജി, ഷൈജു പറമ്പി, ബാസ്റ്റി ഡി പാറയ്ക്കൽ, പോൾ ജോവർ, റിൻസ് ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ 7 പ്രാവശ്യം വിദ്യുച്ഛക്തി ചാർജ് വർദ്ധിപ്പിച്ചു. നാം കാണേണ്ട ഗൗരവമുള്ള കാര്യം ഒരു സമീപനമാണ്, ഒരു നടപടിയാണ് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും വൈദ്യുതി ചാർജ് വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. എല്ലാ തരത്തിലും സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മേലുള്ള ഒരു ഇരുട്ടടിയായിട്ടാണ് ഈ വൈദ്യുതി ചാർജ് വർധനവ് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. ആ സർക്കാർ പെൻഷൻ പോലും കൊടുക്കാതെ സാധാരണക്കാരന്റെ ജീവിതം വളരെ ദുരിതത്തിലാക്കിയിരിക്കുന്ന കാലം. ആ സമയത്ത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാനായിട്ട് ആളുകൾ പ്രയാസപ്പെടുമ്പോൾ സർക്കാർ വീണ്ടും വൈദ്യുതി ചാർജ് വർധനവിലൂടെ ജനങ്ങളുടെ മേൽ വലിയ ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സർക്കാർ പറയുന്നത് 16 പൈസ യൂണിറ്റിന് വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നു അടുത്ത വരുന്ന മാർച്ച് മാസം കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ചാലക്കുടി താലൂക്ക് സമ്മേളനം നടത്തി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് CV ജേക്കബ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി BR സിദ്ദിഖ് റിപ്പോർട്ടും സെക്രട്ടറി ഷാജു മേച്ചേരി കണക്കും അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ലാലച്ചൻ മേത്തി മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ കൂടുതൽ മാർക്ക് നേടിയവർക്കുള്ള അവാർഡ് വിതരണം ചാലക്കുടി നഗരസഭ ചെയർമാൻ എബി ജോർജ് നിർവഹിച്ചു. നഗരസഭ പ്രതിപക്ഷ നേതാവ് CS സുരേഷ് ആദരവ് നടത്തി. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തടൻ, ജില്ലാ സെക്രട്ടറി ജോയ് മഞ്ഞളെ, ട്രഷറർ പ്രശാന്ത് മേനോൻ, KP ജോയ്, PK അർജുൻ എന്നിവർ പ്രസംഗിച്ചു. നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ബിസിനസ് നടത്തുന്നവര്, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് വന്നത്? ഈ മേഖലയിലേക്ക് വരാനുള്ള കാരണം നിങ്ങൾക്ക് ഒരു തൊഴിൽ കിട്ടാത്ത, വേറൊരു തൊഴിലിനും പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിങ്ങൾ വന്നു ചേർന്നതാണ്. നമുക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടാനോ അല്ലെങ്കിൽ നമുക്കൊരു സർക്കാർ ജീവിതം നമുക്ക് പറ്റില്ല. പക്ഷെ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി വന്നു. ഇന്നിപ്പോ നിങ്ങളുടെ ഒരു ദിവസമാണ്. ഇന്ന് ഞാൻ ജോസഫ് ജിജോ, അഭിനവ് ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിർന്നത് അല്പം വൈകിട്ടാണ് ഞാനിവിടെ എത്തിയത്. ഇന്ന് താലൂക്ക് സമ്മേളനമാണ്.
ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം യൂസ്ഡ് വെഹിക്കിളിന്റെ ഒരു വലിയ മാർക്കറ്റ്, അതുപോലെ തന്നെ ഷോറൂമുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ചാലക്കുടിയിൽ മാത്രമല്ല, കേരളത്തിലുടനീളം യൂസ്ഡ് വെഹിക്കിളിന്റെ വലിയ ഷോറൂമുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ വാഹനങ്ങളുടെ, അവരുടെ ജീവിതത്തിൻ്റെ ഒരു സ്വപ്നം യാഥാർത്ഥ്യീകരിക്കാൻ അതിന് സഹായകരമാകുന്ന ഒരു വലിയ മേഖലയാണ്. എല്ലാവർക്കും പുതിയ പുതുപുത്തൻ വാഹനങ്ങളൊന്നും മേടിക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. ആൻമരിയ ലാലിച്ചൻ, ഞാൻ തന്നെ വരും. ഇനിയൊരു ഇടവേള.